ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനൊരു 3-4 മെത്തേഡ്സുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബുക്കുകളിലോ അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ബുക്കുകളിലൊക്കെ ഇതുപോലെ കാർട്ടൂൺ പിക്ചേഴ്സിൻ്റെയൊക്കെ സ്റ്റിക്കേഴ്സ് നമുക്ക് സെൽഫായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല രസമല്ലേ, കുട്ടികളുടെ ബുക്കിലായാലും നമ്മുടെ ബുക്കിലായാലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു 4 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഇവിടെ കുറച്ച് കാർട്ടൂൺ പിക്ചേഴ്സ് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ആ സൈസിലൂടെ തന്നെ കട്ട് ചെയ്യുക. എക്സസ് ആയിട്ടുള്ള നമ്മുടെ കളറുകളൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം അതും നമ്മളിതാ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രിൻ്റർ ഇല്ല, പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ബുക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, പല പല ബുക്സുകളിൽ നിന്ന് കിട്ടുന്ന പിക്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെ ആ പിക്ചേഴ്സും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഏറ്റവും ഈസി മെത്തേഡാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു സെല്ലോ ടേപ്പ് എടുക്കുകയാണ്. സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ച ആ പേപ്പറിൻ്റെ മുകളിലൂടെ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിനെ അങ്ങ് എടുത്ത് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ട്രിം ചെയ്യാണ്. കുറച്ച് ഭാഗം സെല്ലോ ടേപ്പ് എക്സസ് ആക്കി നിർത്തണം. കുറച്ച് ഭാഗം എക്സസ് ആക്കി നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. ആ ഒരു ഷേപ്പ് വരുത്തിയെടുക്കാം. എന്നാൽ സെല്ലോ ടേപ്പ് കുറച്ച് എക്സസ് ആയിട്ട് വേണം നമ്മുടെ പിക്ചറിനേക്കാളും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ബുക്കിൽ നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട്. ഇനിയും വേറെയും മെത്തേഡ്സ് ഉണ്ട്. ഇതാകുമ്പോൾ കുറച്ച് നമ്മുടെ സെല്ലോ ടേപ്പ് ഒക്കെ ഇങ്ങനെ നിൽക്കും, എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെല്ലോ ടേപ്പ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് താഴത്തോട്ടാണ് അതിൻ്റെ സ്റ്റിക്കിംഗ് ഭാഗം നിൽക്കുന്നത്. സ്റ്റിക്കർ ഇല്ലാത്ത ഭാഗത്താണ് നമ്മളിപ്പോൾ ഈ പിക്ചർ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വേറൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമ്മൾ അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തുണ്ടല്ലോ ഈ സെല്ലോ ടേപ്പ് താഴെയാണ് സ്റ്റിക്കിങ്. അതിനെ നമ്മൾ ഇങ്ങോട്ട് ഇതിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചതുപോലെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ആ അടുത്ത നെക്സ്റ്റ് പീസ് ഓഫ് സെല്ലോ ടേപ്പ് ഇതിന് മുകളിലോട്ട് ഒട്ടിക്കാം. ഇനി നമുക്കിത് പറിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ അതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. നമുക്ക് അധികം എക്സസ് ആയിട്ടൊന്നും വരില്ല. നമ്മൾ ഫോൾഡ് ചെയ്ത് മെത്തേഡല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതും അതുപോലെ ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഇനി വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് നമ്മൾക്ക് അഡ്ഹസീവ് പേപ്പറാണ്. സെൽഫ് അഡ്ഹസീവ് എന്ന് പറഞ്ഞ പേപ്പറാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത പ്രിൻ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് മുകളിൽ. കേട്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് എക്സസ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ഭാഗം പക്ഷേ സെല്ലോ ടേപ്പ് അങ്ങനെ നിർത്തണം, ഒരുപാട് കളയരുത് കേട്ടോ. ഓക്കെ, ഇത് അല്ലെങ്കിൽ എന്നിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ സ്റ്റിക്കർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പറിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം, ബുക്കിലോട്ട് ഒട്ടിക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ വേറെയും ചെയ്യാം കേട്ടോ. ഇനി വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് പ്രിൻ്ററും ഇല്ല, ബുക്കും ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു 3-4 സ്മൈലീസ് ആണ് കേട്ടോ ഡ്രോ ചെയ്യുന്നത്. സ്മൈലീസ് ഇതുപോലെ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. വെറുതെ ചുമ്മാ പെട്ടെന്ന് ഇങ്ങനെ വരച്ചെടുക്കാമല്ലോ, ഈസി ആയിട്ട്. അപ്പോൾ ഇതുപോലെ സ്മൈലീസ് വരച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അതിനെ അങ്ങ് ട്രിം ചെയ്തെടുക്കുക. അതായത് സ്മൈലിയുടെ പിക്ചർ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സെല്ലോ ടേപ്പ് എടുക്കുക. സെല്ലോ ടേപ്പ് എടുത്തിട്ട് സെല്ലോ ടേപ്പിൽ നമ്മുടെ ഈ നല്ല ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഭാഗം സെല്ലോ ടേപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറേ ഉണ്ടെങ്കിൽ ഒന്നിച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളിത് ഇങ്ങനെ ട്രിം ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ സെല്ലോ ടേപ്പിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ ഒട്ടാത്ത ഭാഗമാണല്ലോ, ഇതിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് നമ്മൾ ആദ്യത്തെ പീസിന് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കാണുമ്പോൾ. എന്നിട്ട് നമ്മൾ ഇതിനെ പറിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ പറിച്ചെടുക്കുമ്പോൾ മുകളിൽ നമ്മൾ ഒട്ടിച്ചു, അടുത്ത സൈഡിൽ സ്റ്റിക്കറും ഉണ്ട്. എന്നിട്ട് അതിന് നമ്മൾ ട്രിം ചെയ്തെടുക്കാം. ഓക്കെ, ട്രിം ചെയ്യുമ്പോഴും കുറച്ച് ഭാഗം നിർത്തിക്കൊണ്ട് വേണം ട്രിം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെയൊക്കെ ബുക്കിലാണ് ഒട്ടിച്ച്. ഇനിയിപ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഇതുപോലത്തെ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിൽ വരുന്ന പേപ്പറോ ഇല്ലേ, ആ പേപ്പറിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ബുക്കിലോട്ട് ഇതുപോലെ പറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴേക്ക് വേണ്ട പിന്നത്തേക്ക് മതിയെങ്കിൽ ഇതുപോലത്തെ പേപ്പർ അല്ലെങ്കിൽ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലുള്ള നമ്മൾ പറിച്ചു കളഞ്ഞ പേപ്പർ ഉണ്ടല്ലോ അതിലായാലും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് നമ്മുടെ ബുക്കിലോട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് പിന്നീടായാലും യൂസ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ബുക്കിലൊക്കെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേത് മെത്തേഡ് ചെയ്താലും നമ്മുടെ ആ സ്റ്റിക്കർ കുറച്ച് എക്സസ് ആയിട്ട് നിൽക്കണം. ഇതില്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.